dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബാൻഡ് ആണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിന് ബീഡ്സ് വേണം, പിന്നെ റൈൻ സ്റ്റോൺസ്, ഇങ്ങനെ നിറയെ സ്റ്റോൺ ഉണ്ടാവും അതിന് മുകളിൽ, അതിന് റൈൻ സ്റ്റോൺ എന്നാണ് പറയുക. പിന്നെ ഡ്രോപ്പ് ഷേപ്പുള്ള 2 ബീഡ്സ് വേണം. അപ്പോൾ വൈറ്റ് കളർ 2 ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹെയർ ബാൻഡിനുള്ള ബേസ്, പിന്നെ ഗ്ലൂ ആണ്, ഫെവി ബോണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ബേസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റൽ പീസ് വീട്ടിലുണ്ടെങ്കിൽ തിന്നായിട്ടുള്ളത് നമുക്ക് ഈ ഷേപ്പിൽ വളച്ചെടുത്താൽ മതി. അതേതെങ്കിലും ചട്ടിയോ പുട്ടിച്ചട്ടിയൊക്കെ ഉണ്ടാവില്ല, കലമൊക്കെ ഉണ്ടാവില്ല, അതിലിങ്ങനെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ വളച്ചെടുക്കാം. ഓക്കെ, അത് തിക്കായതുകൊണ്ട് ഒരു പീസ് മതി, ഒരു ലെയർ മതി. തിന്നാണെങ്കിൽ ഇതുപോലെ കുറച്ച് തിന്ന് കോപ്പർ വയറൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ലെയർ വേണ്ടി വരും. ഈ 2 ലെയർ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് പിരിച്ച് വെക്കാം. ഓക്കെ, ഈ 2 പീസ് എടുത്തിട്ട് നന്നായി ചുറ്റി വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഹെയർ ബാൻഡിൻ്റെ ബേസായി. ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്കറിയില്ല. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പഴയ ഹെയർ ബാൻഡ് കേടുവന്നതിൻ്റെ ബേസാണ്. ഇതിന് മുകളിൽ കുറച്ച് ഫ്ലവേഴ്സും അങ്ങനെ കുറച്ച് ഡിസൈനുള്ളതൊക്കെ ആയിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ബേസ് മാത്രം എടുത്തതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് മുത്താണ്. മുത്ത് എന്ന് പറയുമ്പോൾ ഇത് നല്ല വെയ്റ്റ്ലെസ് ആയ പ്ലാസ്റ്റിക് മുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നല്ല ചീപ്പാണ് റേറ്റും. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇവിടെ ദസ്വി പൊട്ടിയതിൻ്റെ മുത്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഫെവി ബോണ്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആണ്. കാരണം ആനയുടെ പിക്ചറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഫെവി ബോണ്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റത്താക്കാം. ഓക്കെ, ഈ ബേസിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് ആക്കിയ ശേഷം നമുക്ക് ഫസ്റ്റ് മുത്ത് അവിടെ ഒട്ടിക്കാനാണ്, ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊന്നും ഒട്ടിക്കണമെന്നില്ല, ബാക്കിയെല്ലാം നമ്മൾ കോർക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു മുത്ത് മാത്രം, ഈ ഡ്രോപ്പ് ഷേപ്പിലുള്ള ഒരു മുത്ത് നമുക്ക് അവിടെ ഒട്ടിച്ച് വയ്ക്കാം. കാരണം ചെവിയുടെ ഭാഗത്ത് വരുമ്പോൾ കുട്ടികൾക്ക് വേദനിക്കാതിരിക്കാനാണ് നമ്മൾ ആ ഡ്രോപ്പ് ഷേപ്പ് യൂസ് ചെയ്യുന്നത്. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മുത്ത് കോർക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറച്ച് മുത്ത്, ബ്ലൂ കളർ മുത്ത് മാത്രം നമുക്ക് ആദ്യം കുറച്ചെണ്ണം കോർത്തെടുക്കാം. ഹെയർ ബാൻഡ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മുന്നേ കമൻറ്റ് വന്നതായിരുന്നു, കുറേ നാൾ മുന്നേ വന്നതാണ്. ഇത്ര നാൾ ഞാൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഫസ്റ്റ് ഹെയർ ബാൻഡ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് കോർത്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കോർക്കാം. ഓക്കെ, കോർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലെവൽ നോക്കാം. ഹെയർ ബാൻഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നോക്കിയ ശേഷം പിന്നെ ഈ റൈൻ സ്റ്റോൺ കോർക്കാം. റൈൻ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മാലയും വളയും എന്ത് ഉണ്ടാക്കുമ്പോഴും മുത്തുകളുടെ ഇടയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ റൈൻ സ്റ്റോണ്. അതിന് ഒരെണ്ണത്തിന് 1 രൂപ വില വരും കേട്ടോ. നമ്മൾ സിംഗിൾ പീസായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ, പാക്കറ്റിൽ വാങ്ങിക്കുകയാണെങ്കിൽ 50 എണ്ണമൊക്കെ ഉള്ളതിന് ചിലപ്പോൾ ഒരു 30 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുകൾ ഭാഗത്ത് മാത്രം കോർക്കുന്നത്, ഒരു ബ്ലൂ കളർ മുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു റൈൻ സ്റ്റോൺ, പിന്നെ ഒരു ബ്ലൂ കളർ മുത്ത്, ആ ഓർഡറിൽ നമുക്ക് മുകൾ വരുന്ന ഭാഗത്ത് മാത്രം കോർക്കാം. ഇപ്പം നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് കോർത്ത് കഴിഞ്ഞു. വീണ്ടും ഇനി ഈ സൈഡിൽ നമ്മൾ മറ്റേ ഭാഗത്ത് കോർത്ത പോലെ തന്നെ ബ്ലൂ കളർ മുത്ത് മാത്രം കോർക്കാം. അപ്പോൾ എത്ര മുത്ത് വേണോ അതിൻ്റെ എണ്ണം ആ ബേസിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് അവരവർ തീരുമാനിക്കുക. അപ്പോൾ ഞാൻ ഇത് എൻ്റെ മോളുടെ ഹെയർ ബാൻഡാണ്. അവളുടെ തലയ്ക്ക് പാകമുള്ള വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അളവ്. അപ്പോൾ ഈ ഒരു കണക്കിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് മുത്തിൻ്റെ എണ്ണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ കോർത്ത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഈ ഗ്ലൂ അതിൽ അപ്ലൈ ചെയ്യുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അവസാനവും ഗ്ലൂ ആക്കിയ ശേഷം നമ്മൾ ആ ഡ്രോപ്പ് ഷേപ്പുള്ള മുത്ത് അവിടെ ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള, നല്ല തിളക്കമുള്ള, ഒരുപാട് വെയിറ്റൊന്നും ഇല്ലാത്ത, കുട്ടികൾക്ക് തലയിൽ വെച്ച് നടക്കാൻ നല്ല സുഖം തോന്നുന്ന ഒരു ഹെയർ ബാൻഡാണ്. നല്ല ഭംഗിയുണ്ട് ഇതിന്. നല്ല ബ്ലൂ കളർ പറഞ്ഞ ഒരു ട്രാൻസ്പാരൻറ്റ് മുത്താണ്. അതുകൊണ്ട് നമ്മൾ ലൈറ്റിൽ കാണിക്കുമ്പോൾ നല്ലൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് നല്ലൊരു തിളക്കമുണ്ട്. അപ്പോൾ ഈ മുത്ത് നമുക്ക് ഇതേപോലെ തന്നെ കോർക്കുമ്പോൾ വേറെ ഷേപ്പൊക്കെ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബ്ലൂ കളറിന് നമ്മൾ ഒരു സൈഡിൽ കോർത്ത് മുകളിൽ കുറേ റൈൻ സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് കുറച്ച് ബ്ലൂ കളർ മാത്രം, പിന്നെ കുറച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ട്, പിന്നെ കുറച്ച് ബ്ലൂ കളർ, കുറച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കോർത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുപോലെ തന്നെ കോർത്തിരിക്കുകയല്ലേ. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് ഇടയിൽ നടുഭാഗത്ത് കുറച്ച് ബ്ലൂ കളർ മുത്ത് മാത്രം കോർത്തിട്ടും അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന്, അവരവരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊരു മോഡൽ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലേ എൻ്റെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.